പൊതുജനങ്ങളുടെ പരാതികൾ കേൾക്കാനും വേഗത്തിൽ പരിഹാരങ്ങൾ കാണാനും ഇന്നു മുതൽ പുതിയ ക്രമീകരണം. മുഖ്യമന്ത്രി എന്നോടൊപ്പം അഥവാ CM വിത്ത് മീ എന്ന പേരിലാണ് പുതിയ സംവിധാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സിറ്റിസൺ കണക്റ്റിംഗ് സെന്റർ ഉടൻ ഉദ്ഘാടനം ചെയ്യും. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്തും ചേരുന്നു. അലക്സ്, എങ്ങനെയാണ് CM വിത്ത് മീ എന്ന പദ്ധതിയുടെ പ്രവർത്തനം? അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? പ്രജന സർക്കാരും പൊതുജനങ്ങളുമായുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ ഈ പരിപാടി ആവിഷ്കരിക്കുന്നത്. മുഖ്യമന്ത്രി എന്നോടൊപ്പം പരിഹാരം ഉറപ്പാണ്, ഇതാണ് ആ പദ്ധതിയുടെ പേര്. ഇതിലൊരു ടോൾ ഫ്രീ നമ്പറുണ്ട്, 1800-425-6789. അതാണ് ആ ടോൾ ഫ്രീ നമ്പർ. ആ ടോൾ ഫ്രീ നമ്പറിൽ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെട്ട അവരുടെ പരാതികൾ അറിയിക്കാം, അവർക്ക് സർക്കാരുമായി ആശയവിനിമയം ചെയ്യേണ്ട കാര്യങ്ങൾ അറിയിക്കാം. ഇതിൽ 3 മോട്ടീവാണ് മനസ്സിലാക്കുന്നത്. 1, സർക്കാരുമായുള്ള കൃത്യമായ ആശയവിനിമയം. 2, പൊതുജനങ്ങളുടെ പരാതി കൃത്യമായി പരിഹാരം കാണുക എന്നുള്ളത് രണ്ടാമത്തെ ലക്ഷ്യം. 3ാമത്തത്, സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുക. അതാണ് ഈ CM വിത്ത് മീ എന്ന് പറയുന്ന ഈ പരിപാടി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സിറ്റിസൺ കണക്ട് സെൻ്ററാണ് ഈ കാണുന്നത്. ഇത് വെള്ളയമ്പലത്താണ്. വെള്ളയമ്പലത്ത് പഴയ എയർ ഇന്ത്യയുടെ ഓഫീസാണ്. അത് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന് പറയുന്ന പരിപാടിയുടെ സിറ്റിസൺ സെൻ്ററായി അത് രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളത്. ഏതാണ്ട് മനസ്സിലാക്കുന്നത് 50ഓളം ഉദ്യോഗസ്ഥർ സജീവമായി തന്നെ ഇവിടെ ഉണ്ടാകും. 2 ഷിഫ്റ്റുകളിലായി അവർ ജോലി ചെയ്യും. അവർ ഈ പൊതുജനങ്ങളുടെ കോളുകൾ അവർ അറ്റൻഡ് ചെയ്യും. അറ്റൻഡ് ചെയ്തതിന് ശേഷം വിവിധ വകുപ്പുകൾ, ഏതാണ്ട് 50ഓളം വരുന്ന വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും ഇവിടെ തന്നെ ഉണ്ടാകും. ആ വകുപ്പുകളിലേക്ക് അത് കൈമാറും. 48 മണിക്കൂറിനുള്ളിൽ, അതായത് 2 ദിവസത്തിനുള്ള അക്നോളജ്മെന്റ് അല്ല, അതായത് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചെന്ന് അക്നോളജ്മെന്റ് അല്ല, 48 മണിക്കൂറിന് ശേഷം ആ പരാതിയിന്മേൽ എന്തു ചെയ്യാനാകും എന്നുള്ളത് അവരെ അറിയിക്കും. അതല്ല എങ്കിൽ ഫർദർ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ അക്കാര്യങ്ങൾ ഇവിടെ നിന്ന് പൊതുജനങ്ങളെ അറിയിക്കുന്നതാണ് ഈ പദ്ധതി. അല്പസമയത്തിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. മറ്റു ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടുണ്ട്. പുറത്താണ് അതിന് ഒരുക്കിയിരിക്കുന്ന വേദി. എന്നാലും ബാക്കിയെല്ലാം ഇവിടെ സജ്ജമാണ്. പൊതുജനങ്ങൾ ഈ സേവനം കാര്യക്ഷമമായി ഉപയോഗിക്കണമെന്ന് സർക്കാർ കണക്ക് കൂട്ടുന്നു. പ്രജ അലക്സ് റാമുഹുദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.